പക്ഷെ അല്ലേ, നമ്മളാരും എന്തൊക്കെ കഷ്ടങ്ങൾ ലോകത്ത് അനുഭവിക്കുന്നുണ്ട്, ദൈവം തന്നെ അത്രയും പ്രൊവിഷനും അത്രയും പ്രൊട്ടക്ഷനും എല്ലാം വിട്ട് ഒരു നിമിഷം സെൽഫ് അല്ലല്ലോ കർത്താവിന് വന്ന് എന്തൊക്കെ കഷ്ടങ്ങൾ നമുക്ക് വേണ്ടി അനുഭവിക്കാനായിട്ട് ഇടയായിത്തീർന്നു. അല്ലല്ലോ ഒന്നും നമ്മൾ വീണെങ്കിൽ പലതിനും നമ്മുടെ തലമുറകൾ പോലും പലപ്പോഴും ഹല്ലേലൂയ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ഹല്ലേലൂയ അവരുടെ മേലെ പോലും ഹല്ലേലൂയ ചെയ്യുന്നത്. അതിനുശേഷം ദൂതന്മാർ വന്ന് അവരെ ശുശ്രൂഷിച്ചു. ആത്മിക അനുഭവങ്ങൾ നമുക്ക് വേണം. ഹല്ലേലൂയ കൃപകൾ വേണം, കൃപാവരങ്ങൾ വേണം, സഭയിൽ വലിയ റിവൈവലൊക്കെ വേണം. അതിൽ കടന്നു പോകുന്ന ടെംപ്ടേഷൻ നമ്മൾ ജയിച്ചാൽ മാത്രമേ നമുക്കതോടെ നിൽക്കാൻ കഴിയുള്ളൂ. യോസഫിന്റെ ജീവിതത്തിൽ ടെംപ്ടേഷൻ വന്നു, അവൻ പിടിച്ചു നിന്നു, അവൻ ജയിച്ചു. ദാവീദിന്റെ ജീവിതത്തിൽ ടെംപ്ടേഷൻ വന്നു, അവൻ പിടിച്ചു നിന്നു, അവൻ ജയിച്ചു. ഹല്ലേലൂയ ഓരോ ദൈവദാസന്മാരുടെ ചരിത്രം എടുത്തു നോക്കിക്കേ, നമ്മളിപ്പോലെ ഒരു മനുഷ്യരല്ലെന്നോ അതിന്റെ നടുവിലും അവർ പിടിച്ചു നിന്നതുകൊണ്ടാണ് ആ ദേശത്തിൽ ഒരു ഉണർവിടകൾ കാര്യമായി തീർന്നെങ്കിൽ. ഹല്ലേലൂയ ദൈവങ്ങളെ ഉപാസന പ്രാർത്ഥന നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ജനസ്വഭാവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിനെ നമ്മൾ ശ്രമിപ്പിക്കുവാൻ, നമ്മുടെ കോൺസെൻട്രേഷൻ ചെയ്യുവാൻ ഈ ലോകപ്രകാരമായ കാര്യങ്ങളെ കടന്നുപോയത് ഹല്ലേലൂയ നമ്മളൊരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. ഈ ഉപവാസ പ്രാർത്ഥന നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ വെറുതെ സമയമുള്ളതുകൊണ്ട് നമ്മൾ വന്നു എന്നല്ല, നമ്മുടെ ആത്മീക ജീവിതത്തിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടായത് ചെയ്യുന്നവരായിരിക്കാം. പക്ഷേ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഒരു ശുദ്ധീകരണത്തിലൂടെ ഈ സഭ ദിവസം ദൈവം നടത്തിവിടും. ഒരു ശുദ്ധീകരണത്തിലൂടെ നമ്മൾ ഓരോരുത്തരും കടത്തിവിടുമ്പോൾ അല്ലെങ്കിൽ എത്ര പേര് ദൈവസ്ഥാനം ഏൽപ്പിക്കാൻ തയ്യാറാണ്. കർത്താവേ എനിക്ക് നഷ്ടപ്പെടരുത് കർത്താവേ. ഹല്ലേലൂയ ആ ഒരു സമർപ്പണത്തോടെ നമുക്ക് ദൈവത്തിന് നന്ദിയായിരിക്കാം. ഇത്രത്തോളം സമയം തന്ന ദൈവദാസനും സഭയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ വെച്ച് താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു.